ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് പോർട്ടിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലും തീർച്ചയായിട്ടും മനസ്സിലാവുന്നതായിരിക്കും. പക്ഷേ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ STS സ്ക്രീനുകളും പോർട്ടിൻ്റെ മെയിൻ പോർഷൻ കണ്ടാലേ മനസ്സിലാകാൻ സാധിക്കുള്ളൂ. ഇതാണ് രാജ്യത്തിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുമായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ട് ട്രിവാൻഡ്രം എന്നുള്ളത്. STS സ്ക്രീനുകൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, യാർഡും കാണാൻ സാധിക്കും. ഇത് പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് മുതലാണ് നമ്മളിന്ന് വീഡിയോ ആരംഭിക്കുന്നത്. നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് മുതൽ NH66 വരെ ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ എല്ലാ ആഴ്ചയിലും വർക്ക് അപ്ഡേഷൻ ചെയ്യാറുണ്ട്, പക്ഷേ ഒരാഴ്ചയായിട്ട് നമുക്ക് കുറച്ച് പെൻഡിങ് ആയിപ്പോയി, വരാൻ സാധിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും അത് നമുക്ക് എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. ഈ ഭാഗത്തു നിന്ന്, അതായത് നമ്മുടെ മെയിൻ ഗേറ്റ് മുതൽ നിന്നാണ് നമ്മൾ മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 1700 മീറ്റർ നമ്മുടെ NH66 വരെ. ആ NH66 നമുക്കറിയാം എപ്പോഴും ഈ പറയുന്ന അണ്ടർപാസിൻ്റെ മുകളിലെ പാലത്തിലേക്കാണ് ലിങ്ക് ചെയ്യുന്നത്. അതുവരെയാണ് നമുക്ക് 1700 മീറ്റർ ഉള്ളത്. ഇത് നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് മുതൽ തുടങ്ങുന്ന റോഡാണ്. ഈ റോഡിൻ്റെ വർക്കുകൾ വർഷങ്ങൾക്ക് മുന്നേ കംപ്ലീറ്റ് ചെയ്തിട്ടു. ഇൻ്റർലോക്ക് ഇട്ടാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഇതേ ഇൻ്റർലോക്ക് ഫെസിലിറ്റീസ് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ ഭാഗത്ത് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് റോഡിൻ്റെ ഇരുവശങ്ങൾ മനോഹരമായ ചെടികളുണ്ട്. ഈ ബിൽഡിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം, കസ്റ്റംസ് ബിൽഡിംഗ് ആണ്. ഈ കസ്റ്റംസ് ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വർക്ക് കഴിഞ്ഞപ്പോഴും കസ്റ്റംസ് ഓഫീസിൻ്റെ ബിൽഡിംഗ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ വന്നിട്ട് നമ്മുടെ പോർട്ടിൻ്റെ എല്ലാ വർക്ക് അപ്ഡേഷൻസും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുന്തോറും നമുക്ക് ഒരു മെയിൻ റോഡ് വളരെ ദൂരമായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് മുന്നോട്ട് പോകാം. 4 വരി പാതയാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ഗേറ്റ് വേ കാർഗോസ് ഓപ്പൺ ആക്കുന്നതായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനു വേണ്ടിയുള്ള അവസാനഘട്ട വർക്കുകളാണ് ഇപ്പോൾ ലിങ്ക് റോഡിൽ നടക്കുന്നത്. അത് കുറച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വളരെ മുന്നിലായിട്ട് കാണുന്ന റോഡ്, അതായത് നമുക്ക് ഒരു കാറ് കടന്നു വരുന്ന കാണാൻ സാധിക്കും, മുന്നിലാണ്. അതൊരു മെയിൻ റോഡാണ്. അതായത് നമ്മൾ മെയിൻ ഗേറ്റ് മുതൽ മെയിൻ റോഡ് വരെയാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. പോർട്ടിലേക്ക് ധാരാളം 10 ലോഡുമായിട്ട് നാച്ചുറൽ സ്റ്റോണുമായിട്ട് ലോറികൾ കടന്നു വരുന്നതും കാണാൻ സാധിക്കും. ഇതാണ് ആ മെയിൻ റോഡ്. അതായത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ദൂരെയായിട്ട് ലോറിയും ഒരു ബസ്സും കാണാൻ സാധിക്കും. അതായത് ഇത് നമ്മുടെ ഈ പറയുന്ന കോവളം, മുക്കോല, വിഴിഞ്ഞം വഴി നമ്മുടെ പോർട്ടിൻ്റെ മുന്നോട്ട് പോകുന്ന വഴിയാണ്ടോ. ഇതുവഴി നേരെ പോയി പൂവാറിലേക്കാണ് ഈ ബസ് പോകുന്നത്. ബസ് റൂട്ടുള്ള മെയിൻ റോഡാണ് നമ്മുടെ ഈ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ വന്ന വഴി കാണിക്കാം കണ്ടോ. ഇവിടെ നിന്നും മെയിൻ ഗേറ്റ് വരെ നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ കണ്ടത്. കസ്റ്റംസ് ഓഫീസ് ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ നിന്നാണ് മെയിൻ വർക്കുകൾ നടന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അവസാനഘട്ട വർക്കുകളാണ് ലിങ്ക് റോഡിൽ നടക്കുന്നത്. നമുക്ക് പോകാം ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനിലേക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ലിങ്ക് റോഡിൻ്റെ മെയിൻ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ കടന്നു വന്നത് മെയിൻ ഗേറ്റ് മുതൽ മെയിൻ റോഡ് വരെയാണെങ്കിൽ ലിങ്ക് റോഡിൻ്റെ പ്രധാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ പോർഷനിലെ വർക്കുകളൊക്കെ മാസങ്ങൾക്ക് മുന്നേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പോർട്ടിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് ആയിട്ടില്ല. ഇലക്ഷൻ ആയിട്ടാണ് അനൗൺസ്മെൻറ്റ് ആവാത്ത. ഉടൻ തന്നെ അനൗൺസ്മെൻറ്റ് ആവുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതിനു വേണ്ടിയുള്ള വർക്കിംഗ് മെറ്റീരിയലാണ്, ഹെവി എക്യുപ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ ലോറികളിലെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാനായി സാധിക്കും. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ പോർട്ടിൻ്റെ ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷൻ, സെക്കൻഡ് ഫേസ് വർക്കിൻ്റെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നുള്ള ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഭാഗത്തെ വർക്കുകളെല്ലാം, അതായത് റോഡിൻ്റെ ലൈനിങ്, ഇൻ്റർലോക്ക്, ഈ പറയുന്ന വർക്കുകളെല്ലാം തന്നെ മാസങ്ങൾക്ക് മുന്നേ 100% കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. ഇവിടെ ഏതൊരു വർക്കും ഇനി കംപ്ലീറ്റ് ആകാനില്ല. അവസാനഘട്ട വർക്കുകളാണ് ഇപ്പോൾ ലിങ്ക് റോഡിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വർക്കിൻ്റെ ഡീറ്റെയിൽ അപ്ഡേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഈ റോഡിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, അതായത് വർക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ റോഡ് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ പഴയ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രിവാൻഡ്രം തമ്പാൻ വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കണ്ടു മനസ്സിലാക്കാനായി സാധിക്കും. അതുമാത്രമല്ല, ഈ റോഡിൻ്റെ എല്ലാ വർക്കുകളും ഘട്ടങ്ങളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ഫസ്റ്റ് ബ്രിഡ്ജ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇവിടെ ഒരു അമ്പലമുണ്ട്. അന്ന് ഈ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നാണ് ഈ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തിരുന്നത്.
അന്ന് മുതലേ അമ്പലം നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് 2 ബ്രിഡ്ജുകളാണ് നിലവിലുള്ളത്. ഫസ്റ്റ് ബ്രിഡ്ജാണ് നമ്മൾ കാണുന്നത്. ഈ ബ്രിഡ്ജ് വരെ ഏകദേശം 1200 മീറ്ററാണ് നിലവിലുള്ളത്. അത് മാത്രമല്ല റോഡിൻ്റെ ഇരുവശവും ഡ്രൈനേജ് സിസ്റ്റം തന്നെ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വർക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഈ കണ്ടവും ചെളിയും വയലും ആയിട്ടിടുന്ന പ്ലേസാണ്. അതുകൊണ്ട് മഴ ഇല്ലെങ്കിൽ കൂടി തന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. മഴ വന്നാൽ വെള്ളക്കെട്ട് ധാരാളം വരും എന്നൊരു മുൻകരുതലോടെ തന്നെയാണ് ധാരാളം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ ഡ്രൈനേജ് സിസ്റ്റം തന്നെ ആദ്യം തന്നെ പണി പൂർത്തിയാക്കി. അതിനാൽ വെള്ളക്കെട്ടിപ്പോൾ ഇല്ല. ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഭാഗം പൂർണ്ണമായിട്ടും ചെളിയായിരുന്ന ഭാഗം നികത്തി ഈ ഹൈറ്റിലെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം പാനലിൻ്റെ സഹായത്തോടെ ജിയോ ക്ലോത്തും ജിയോ ഗ്രിഡിൻ്റെയും സഹായത്തോടെയാണ് ഈ ഹൈറ്റിലെത്തിയിട്ടുള്ളത്. ഈ ഹൈറ്റിൻ്റെ ഈ വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല 9 ബോർഡുകൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ കാരോട് എവിടെയാണ്, ഹൈവേ കയറി എങ്ങനെ പോകണം, അതുൾപ്പെടെയുണ്ട്. ട്രാക്ക് ടെർമിനലുണ്ട്. നിലവിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് എന്നുള്ള ബോർഡ് 9 ബോർഡുകളെല്ലാം തന്നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഈ സെക്കൻഡ് ബ്രിഡ്ജ്. നമ്മുടെ യെല്ലോയും ബ്ലാക്കും കാണുന്ന ലൈനുള്ള ഈ പോർഷനാണ് സെക്കൻഡ് ബ്രിഡ്ജ്. അതായത് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ സെക്കൻഡ് ബ്രിഡ്ജ് വരെ ഏകദേശം 1500 മീറ്ററാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബ്രിഡ്ജ് ഉൾപ്പെടെ ഏകദേശം ഒരു 40-50 മീറ്റർ നീളം ഏതാണ്ട് ബ്രിഡ്ജിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 150 മീറ്റർ, മാക്സിമം 200 മീറ്ററിനകത്ത് മാത്രമേ ഇന്ന് നമുക്ക് അവസാനഘട്ട വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. നമ്മൾ ആ വർക്കാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള എന്തൊക്കെ അപ്ഡേഷനാണെന്ന് നമുക്ക് നോക്കാം. നിലവിൽ ഇപ്പോൾ നമുക്കിവിടെ കാണാം. ഈ ബ്രിഡ്ജിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് NH66 അണ്ടർപാസ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ധാരാളം വാഹനങ്ങളാണ് അതുവഴി ദിനം പ്രതി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രിഡ്ജിന് പേരലായി ഇരിക്കുന്നു നമ്മുടെ പുതിയ റോഡ്, അതല്ലെങ്കിൽ നമ്മുടെ ലിങ്ക് റോഡിൻ്റെ അവസാനഘട്ട വർക്കുകൾ ഏതാണ്ട് അവസാനമായിരിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാവും. കഴിഞ്ഞ ആഴ്ചയിൽ ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഈ വർക്കുകൾ ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഇവിടെ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുള്ളിലോട്ട് പോയാൽ മാത്രമേ, അതായത് ഡീറ്റെയിൽ ആയിട്ട് പോയാൽ മാത്രമേ അത് അറിയാനായി സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ വന്ന സെക്കൻഡ് ബ്രിഡ്ജിൻ്റെ പോർഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ മാത്രമേ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത് റോഡിൻ്റെ ഇരുവശത്തും, അതായത് നമ്മുടെ ലിങ്ക് റോഡിൻ്റെ അവസാനഘട്ട വർക്കിൻ്റെ ഇരുവശത്തും ക്രാഷ് കാർഡുകൾ റെഡി ആയിട്ടുണ്ട്. കോൺക്രീറ്റിൻ്റെ ക്രാഷ് കാർഡാണ്. നേരത്തെ തന്നെ വർക്ക് നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺക്രീറ്റിൻ്റെതാണ്. കാരണം തൊട്ടപ്പുറത്തൊക്കെ ഡബിൾ സ്റ്റീൽ ബാറിൻ്റെയൊക്കെ ക്രാഷ് കാർഡുകളുണ്ട്. ആ വർക്ക് നടന്നപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. ഇത് നമ്മൾ ഈ സെൻട്രൽ പോർഷനിൽ കാണുന്നത് കേബിളിൻ്റെയാണ്. കേബിളിൻ്റെ ലൈൻസിന് വേണ്ടിയുള്ള വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതും അവസാനഘട്ട വർക്കുകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ സ്ലാബ് വരും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ തന്നെയാണ് ഈ വർക്കുകൾ പോകുന്നത്. അത് ഈ കേബിള് അങ്ങറ്റം വരെ റോഡിൻ്റെ എൻഡ് പോർഷൻ വരെ പോകും. ഇനി നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ എന്തൊക്കെയാണ്, ഏതുവരെയാണ് ഈ പറയുന്ന റോഡിന് പേരലായിട്ടുള്ളത് വർക്ക് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഫില്ല് ചെയ്ത് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് അവസാനഘട്ട വർക്കുകൾ ഈ നടക്കുന്നത് അഗ്രിഗേറ്റ് അവസാനഘട്ട വർക്ക് ആയിരിക്കില്ല. ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് അല്ല വരുന്നത്, ടാറിംഗ് ആണ് വരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതുവരെ നമ്മൾ കണ്ടത് ഇൻ്റർലോക്ക്, ബ്രിഡ്ജിൽ ഓൾറെഡി കോൺക്രീറ്റ്. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന NH-മായിട്ട് ലിങ്ക് ചെയ്യുന്ന പോർഷനിൽ ടാർ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ വർക്ക് നടക്കുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. എന്നാലും നമ്മൾ ഈ കാണുന്നത് ഈ അഗ്രിഗേറ്റ് മിക്സ് എന്നാണ്. ഇപ്പോൾ റോഡിൻ്റെ ഇരുവശവും കാണാൻ സാധിക്കും. അതായത് അഗ്രിഗേറ്റ് മിക്സ് എന്ന് പറയുമ്പോൾ 40 mm, 20 mm, 12 ഇഞ്ചും പിന്നെ സാൻഡ്, നമ്മുടെ ഡ്രഡ്ജ് ചെയ്ത സാൻഡ്, ഈ പറയുന്ന സിമൻറ്റ്, ഇതുൾപ്പെടെയുള്ള മിക്സ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന മിക്സിൻ്റെ അടിയിൽ ഒരു ലെയർ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. മുകളിലുള്ളതും അത് അഗ്രിഗേറ്റ് മിക്സ് ആണ്, അതായത് വിത്തൗട്ട് സിമൻ്റ് ആണ്. അങ്ങനെ 2 ലെയർ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയാണ് നമ്മുടെ ചെമ്മണ്ണും നമ്മുടെ ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണലും ഉപയോഗിച്ച് എനിക്കൊന്ന് 75-25 റേഷ്യോയിൽ അതും ഈ പറയുന്ന ഫില്ല് ചെയ്ത് പ്രഷർ ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ 4-5 ലെവൽ സെറ്റപ്പിലാണ്, അല്ലെങ്കിൽ ലെവലിലാണ് ഈ വർക്കുകളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഓരോ ഘട്ട വർക്കുകൾ നടക്കുമ്പോഴും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് മുന്നോട്ട് ഈ ഭാഗത്തെല്ലാം ലെവൽ കറക്റ്റായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് വളരെ ദൂരെയായിട്ട് NH66 അണ്ടർപാസ് നമുക്ക് കാണാനായി സാധിക്കും. വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങി വരുന്നത് പോർട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഇപ്പോൾ 2 റോഡുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 2 റോഡ് കാണാൻ സാധിക്കും. അതായത് കണ്ടെയ്നർ കടന്നു പോകുന്ന റോഡും നമ്മൾ ഈ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടി അഡീഷണൽ ആയിട്ടൊരു ബൈ റോഡും, 2 ബൈ റോഡും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോർട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഹെവി ലോഡുമായിട്ട് പോകുന്ന ലോറികളെയാണ് കാണാൻ സാധിക്കുന്നത്. അണ്ടർപാസിലൂടെ വളരെ അനായാസന തിരിഞ്ഞു പോകുന്ന നമുക്ക് കാണാനായി സാധിക്കും.
ഇപ്പോൾ നമ്മൾ കാണുന്ന ആ പോർഷൻ, അതായത് ഈ എക്സ്കവേറ്ററോ അല്ലെങ്കിൽ JCB ഒക്കെ നിൽക്കുന്ന ഹെവി പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന കാരോട് ഭാഗം. കാരോട് എന്ന് വെച്ചാൽ നമ്മളെ ഈ NH നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴക്കൂട്ടം ടു കാരോട് വരെയാണ്. കാരോട് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ബോർഡറാണ്, അല്ലെങ്കിൽ തമിഴ്നാട് വരെയാണ് എന്ന് നമുക്ക് പറയാം. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമ്മുടെ പോർട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് ഇതുവഴിയാണ് കടന്നു വരേണ്ടത് കേട്ടോ. അതിനു വേണ്ടിയുള്ള ബൈ റോഡിൻ്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ബൈ റോഡ് കുറച്ച് ഇപ്പം നിലവിലുള്ള ബൈ റോഡ് ഞാൻ കാണിക്കാം ഉണ്ടോ. ഇതാണ് നിലവിലുള്ള ബൈ റോഡ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ബൈ റോഡിൻ്റെ വിഷ്വലൊക്കെ കാണിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. ഇവിടെ എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെയും വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതാ ഈ ബൈ റോഡ് നേരെ പോയിട്ട് അണ്ടർപാസിലേക്കും പോവും, നേരെയും പോവും ഉണ്ടോ. ഇങ്ങനെയാണ് ഈ ബൈ റോഡ് ഉള്ള നിലവിലുള്ളത്. അപ്പോൾ ഈ മറുവശത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മറുവശത്ത് 2 ബൈ റോഡുകൾ ഓൾറെഡി ആയിട്ടുണ്ട്. ഈ പറയുന്ന ഒന്ന് കണ്ടെയ്നർ മെയിൻ, അതായത് മെയിൻ നമ്മുടെ പോർട്ടിൽ നിന്ന് വരുന്ന കണ്ടെയ്നർ ലോറി NHലേക്ക് പ്രവേശിക്കുന്നതിനൊരു ബൈ റോഡും, ഇവിടെയുള്ള സാധാ ജനങ്ങൾക്കും നമ്മളെ പോലുള്ളവർക്ക് വണ്ടിയുമായിട്ട് വന്നാൽ പോകുന്നതിന് ബൈ റോഡും. 2 റോഡിൻ്റെ വർക്കും ഒരു സൈഡ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ട് പോയാൽ മാത്രമേ എത്രത്തോളമാണ് കംപ്ലീറ്റ് ആയെന്ന് അറിയാനായി സാധിക്കുകയുള്ളൂ. നിലവിലെ വർക്കിംഗ് സ്റ്റാറ്റസാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ ആഴ്ചയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ശതമാനം മുന്നോട്ട് പോയെന്ന് തീർച്ചയായിട്ടും മനസ്സിലാവും. ഡേറ്റ് സഹിതമാണ്, കറക്റ്റ് ഡേറ്റ് സഹിതമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കും. വലിയൊരു അണ്ടർപാസ് തന്നെയാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. അതിലൂടെ വാഹനങ്ങൾ തീർച്ചയായിട്ടും കണ്ടെയ്നർ ലോറി ഉൾപ്പെടെ തീർച്ചയായിട്ടും കടന്നു പോകാനായി സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മൾ ഈ ഹെവി എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഓരോ വർക്കുകളും വളരെ പെർഫെക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. ആ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാനായി സാധിക്കുന്നത്. ഇപ്പോൾ അഗ്രിഗേറ്റ് മിക്സ് പ്രഷർ ചെയ്ത് ഫിക്സ് ചെയ്യുന്ന ജോലികളാണ് ഇവിടെ നടക്കുന്നത്. വർക്കുകൾ മുന്നോട്ട് പോകുന്നതായിട്ടും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇവിടെ നല്ല വീതി കൂടിയൊരു പോർഷനാണ്. കാരണം ഇപ്പോൾ ടെമ്പററി റോഡായാൽ കൂടെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ തമിഴ്നാട് ഭാഗത്ത് നിന്ന് ഇതര വണ്ടികൾ പോർട്ടിനകത്തോട്ട് വന്നതിന് ശേഷം ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന ആ ലെവലായത് കാരണം ഇവിടെ കുറച്ച് വീതി കൂടുതൽ തന്നെയായിരിക്കും. അത് നമുക്ക് ഈ വർക്കിൽ തന്നെ കണ്ട് മനസ്സിലാക്കാം. അതുമാത്രമല്ല നമ്മൾ ഈ അണ്ടർപാസിൻ്റെ മുകളിൽ കയറുന്നാൽ കുറച്ചുകൂടി വിഷ്വൽ കിട്ടും. എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് വരുമ്പോഴാണ് എന്തൊക്കെ വർക്ക് നടക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നത്. അണ്ടർപാസിൻ്റെ അടുത്ത് ഒറ്റ നോട്ടത്തിൽ എളുപ്പം ചിലപ്പോൾ മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. കുറച്ച് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വർക്ക് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന 2 റോഡുകൾ കാണാൻ സാധിക്കും. 2 റോഡുകളെ സ്പ്ലിറ്റ് ചെയ്തൊരു കോൺക്രീറ്റ് പോർഷൻ നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ റോഡ് വഴിയാണ് നമ്മൾ സാധാരണക്കാരുടെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഒരു കാറ് തിരിച്ച് പോകുന്നത് കാണാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് കടന്നു പോകുന്നത് കാണാൻ സാധിക്കും. ഇതുവഴിയാണ് സാധാ വണ്ടികളെല്ലാം ഈ പറയുന്ന കടന്നു പോകുന്നതെങ്കിൽ തൊട്ടപ്പുറത്ത് കാണുന്ന റോഡ് വഴിയാണ് നമ്മുടെ ട്രെയിലർ ലോറി ഉൾപ്പെടെ കടന്നു പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഒരു വലിയ റഷ് വരില്ല. മനസ്സിലായോ? ലോറികൾ നമ്മുടെ പോർട്ടിൽ നിന്ന് വരുന്ന ലോറികൾ NHലേക്ക് പ്രവേശിക്കുന്നതിന് റഷ് വരില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ നിലവിലെ വർക്കിൽ നിന്നും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. തീർച്ചയായിട്ടും ലോറികൾ പോകുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ചുകൂടി എങ്ങനെയാണെന്ന് അറിയാനായി സാധിക്കുള്ളൂ. നിലവിലെ വർക്കിംഗ് സ്റ്റാറ്റസാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ നേരത്തെ തന്നെ വർക്ക് കംപ്ലീറ്റ് ആയതിനാൽ ഇവിടെ വെള്ളക്കെട്ടൊന്നും നിലവിലില്ല. അത് ഏത് വർക്ക് കമ്പനി ഏറ്റെടുത്താൽ അവരാദ്യം തന്നെ ഡ്രെയിനേജ് സിസ്റ്റം എല്ലാം കംപ്ലീറ്റ് ആവും. അപ്പോൾ നിലവിൽ ചെറിയൊരു മഴ പെയ്താലും ഇല്ലെങ്കിലും വെള്ളക്കെട്ട് തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഒഴിവാക്കാനായി സാധിക്കും കേട്ടോ. ഇപ്പോൾ നിലവിൽ ഈ റോഡ് വഴി, അതായത് നമ്മൾ ഈ കാണിക്കുന്ന റോഡ് വഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. അത് തൊട്ട് മുകളിൽ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ റോഡ് വഴി വാഹനങ്ങൾ കടത്തി വിടുന്നത് എന്നറിയണമെങ്കിൽ തൊട്ട് മുകളിലേക്ക് ചെന്നാൽ മാത്രമേ, ഈ റോഡ് വഴി മുകളിലേക്ക് ചെന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് മുന്നോട്ടിപ്പോൾ നമ്മൾ പോകുന്നത് കാരണം നമ്മളിനി അവിടെ നിന്നും ആ വണ്ടിയെടുത്ത് തിരിഞ്ഞ് വരണം. കാരണം ഇതിൽ വണ്ടി ഇറങ്ങിയല്ല. ഇപ്പോൾ നമുക്ക് ഹെവി എക്യുപ്മെൻറ്റ്സും മെഷീൻസും ലോറികളും നമുക്കിവിടെ കാണാനായി സാധിക്കും. ഈ പറയുന്ന അഗ്രിഗേറ്റ് മിക്സ് ഇട്ട് ഈ പറയുന്ന പ്രഷർ ചെയ്ത് സെറ്റ് ചെയ്യുന്ന ജോലികളാണ് ഇവിടെ നടക്കുന്നത്. ഘട്ടങ്ങളായിട്ടാണ് ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നിന്നും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. കണ്ടെയ്നർ കൊണ്ടുപോകുന്ന റോഡായതിനാൽ വളരെ പെർഫെക്റ്റായിട്ട് മാത്രമേ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. ഇതുവരെ നടന്ന വർക്കുകൾ, അതായത് 1500 മീറ്റർ നമ്മൾ സെക്കൻഡ് ബ്രിഡ്ജ് വരെയുള്ള വർക്കുകളും വളരെ പെർഫെക്റ്റായിട്ടാണ് മുന്നോട്ട് പോയത്. ആ വർക്കിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർക്കും വളരെ പെർഫെക്റ്റായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് വീഡിയോ ഇതും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേബിൾ പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു വർക്കാണ് നമുക്ക് ഇവിടെ നടക്കുന്നത് ഉണ്ടോ. ആ വർക്കിംഗ് സ്റ്റാഫുകളെ നമുക്ക് വളരെ വ്യക്തമായി കാണാനായി സാധിക്കും. ആ വർക്കാണ് ഇവിടെ നടക്കുന്നത്. അതെനിക്കൊന്ന് 1-2 ദിവസം കൊണ്ട് തന്നെ ആ കേബിൾ, അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് തന്നെ ആ കേബിളിൽ പോകുന്നതിനുള്ള വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ റോഡിൻ്റെ ഹൈറ്റ് പിന്നെയും കൂടും കണ്ടോ. ഈ ബ്രിഡ്ജിന് പാരലായിട്ട് തന്നെ റോഡിൻ്റെ ഹൈറ്റ് കൂടും.
അതും നമുക്ക് ഹൈറ്റ് കൂടുതലെന്ന് വെച്ചാൽ അത്ര വലിയ വ്യത്യാസമൊന്നും വരില്ല, ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുള്ളൂ. കാരണം ഈ ബ്രിഡ്ജ് ഏകദേശം പേരലായിരിക്കുന്നത് നമുക്ക് തൊട്ടടുത്ത് വരുമ്പോൾ കാണാൻ സാധിക്കും. ബ്രിഡ്ജിന് പേരലായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം ഹൈറ്റ് കൂടാനൊന്നുമില്ല. ഇതാണ് സൈഡിലൂടെയുള്ള ബൈ റോഡ്. ഈ റോഡ് വഴി നമുക്ക് വരാം കണ്ടോ. ഇതാണ് ഈ ബൈ റോഡ്. ഈ ബൈ റോഡ് വർഷങ്ങളായിട്ട് തന്നെ ഉണ്ട്. ഈ ബൈ റോഡ് വഴിയാണ് നമ്മൾ പലപ്പോഴായിട്ട് വന്ന് ഈ റോഡിൻ്റെ പല ഭാഗത്തെയും വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത് അപ്ഡേഷൻ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നത് അതുവഴി തന്നെയാണ്. ആ റോഡ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സാധിച്ചത്. അത് മാത്രമല്ല, എനിക്ക് വീഡിയോ എടുക്കൽ മാത്രമല്ല, നമ്മളെ ഈ ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ കൂടുതൽ നടക്കുന്നതിന് ഹെവി എക്യുപ്മെൻറ്റ്സ് കടന്നു പോകുന്നതിനും ആ റോഡ് വളരെ അധികം സഹായം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് വളരെ ഫാസ്റ്റായിട്ട് നമ്മളെ ഈ ബ്രിഡ്ജ് വരെയുള്ള വർക്കുകൾ നടന്ന് കംപ്ലീറ്റ് ചെയ്ത്. ഇപ്പോഴും വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ കണ്ട ഭാഗം, അതായത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വർക്ക് അപ്ഡേഷൻ എടുത്ത ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് വന്ന വഴി തിരിച്ചൊന്നുകൂടി പോകണം. കാരണം ഇതുവഴി മാത്രമേ ഇവിടെ വാഹനങ്ങൾ അങ്ങോട്ട് ലിങ്ക് റോഡിലേക്ക് കടന്നു പോകാനായി സാധിക്കില്ല. നമുക്ക് നേരത്തെ കണ്ട നമ്മളെ ഈ ബ്രിഡ്ജിൻ്റെ വീഡിയോൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ട ഒരു പിന്നെ ബൈ റോഡുണ്ട്. ആ ബൈ റോഡ് വഴി നമുക്ക് കുറച്ച് ദൂരം മുന്നോട്ട് പോയാൽ മാത്രം നമുക്ക് തിരിച്ച് ഇതിവിടെ അണ്ടർപാസ് വരെ എത്താനേ സാധിക്കുള്ളൂ. അപ്പോൾ ബൈ റോഡിലൂടെ നമുക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ സൈഡ് വശങ്ങൾ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പോർഷനിലൊക്കെ പാനലിൻ്റെ സഹായത്തോടെയാണ് ഹൈറ്റ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ പാനൽ എങ്ങനെയാണ് നിലവിൽ എന്നൊക്കെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായിട്ടും അത് കണ്ട് മനസ്സിലാക്കാം. ഇവിടെയെല്ലാം വർക്ക് നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇലക്ട്രിക് ലൈൻ ഉൾപ്പെടെ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അവസാനഘട്ട വർക്കുകൾ നടക്കുന്ന ആ പോർഷൻ മാത്രമാണ്. 150-170 മീറ്റർ മാത്രമേ ഇനി യഥാർത്ഥത്തിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ആ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ആകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ഈ റോഡ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ, സ്ഥിരമായിട്ട് കാണുന്നവർക്കും വളരെ പരിചിതമാണ്. കാരണം ഈ റോഡ് വഴി നടന്നും ബൈക്കിലെയും കാറിലെയൊക്കെ പലപ്പോഴായിട്ട് വീഡിയോ നമ്മൾ റോഡിൻ്റെ ഓരോ ഘട്ട വർക്കുകൾ, അതായത് പല വർക്കുകൾ നടന്ന സമയത്ത് നമ്മൾ ഇതുവഴിയാണ് വീഡിയോ ഷൂട്ട് ചെയ്ത്. ഈ WC ബാരിക്കേഡിൻ്റെ വർക്കായാലും ഇത് മൊത്തം കുളമായിട്ടുള്ള സ്ഥലമായാലും ഈ കുളത്തിൻ്റെ അവിടെ നിന്ന് ആദ്യമായിട്ട്, കാരണം ഈ ബ്രിഡ്ജ് ഇരിക്കുന്ന അല്ലെങ്കിൽ ഹൈറ്റ് കൂട്ടിയ പ്ലേസ് എല്ലാം കണ്ടവും കുളമായിരുന്നു. അപ്പോൾ ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥലത്തും ഇവിടെ വന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ആദ്യകാലത്ത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. ആ ഭാഗത്തൊക്കെ നമുക്കിപ്പോൾ സ്ഥലം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഈ റോഡിൻ്റെ വർക്ക് ഹൈറ്റ് പാനലിൻ്റെ സഹായത്തോട് കൂടിയത്. പാനലെല്ലാം വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉണ്ടോ, ഈ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് മുന്നോട്ട് പോയത്. ഈ വർക്ക് നടന്ന സമയത്തെല്ലാം നമ്മൾ ആ വർക്കിൻ്റെ ഡീറ്റെയിൽ അപ്ഡേഷൻ ഈ റോഡ് വഴി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. ആ സമയത്തെല്ലാം ഹെവി എക്യുപ്മെൻറ്റ്സും നമ്മുടെ പോർട്ടിലെ ട്രഡ്ജ് ചെയ്ത മണൽ കൊണ്ടുവന്ന ലോറിയും എക്സ്കവേറ്ററും എല്ലാം ഇതുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. അതും നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. ഈ അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്ന സമയത്തും എല്ലാം നമ്മൾ ഇതുവഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി റോഡിൻ്റെ ഇരുവശത്തുമുള്ള വർക്കുകൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചത്. ഇത് രണ്ടാമത്തെ ബ്രിഡ്ജ് എത്തി. അതായത് ഈ രണ്ടാമത്തെ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം വരെ പോർട്ടിൻ്റെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഈ രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ ഏകദേശം 1500 മീറ്ററാണ്. ഇപ്പോൾ ബ്രിഡ്ജ് ഏകദേശം ഒരു 30-40 മീറ്റർ അല്ലെങ്കിൽ 50 മീറ്റർ മാക്സിമം ഉണ്ടെങ്കിലും റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് 150 അല്ലെങ്കിൽ 160 മീറ്ററാണ് ഇനി വർക്കുകൾ നടക്കുന്നത്. ഇവിടെ പാനലല്ല, കോൺക്രീറ്റിൻ്റെ സഹായത്തോടെയാണ് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ടുള്ളത്. അത് നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മൾ വർക്ക് നടന്ന സമയത്തും സ്ട്രക്ചറിൻ്റെ ഡിസൈൻ നടന്ന സമയത്തെല്ലാം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അണ്ടർപാസ്. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് അണ്ടർപാസിലേക്ക് ഈ ബൈ റോഡ് വരാനായി സാധിക്കും. അണ്ടർപാസിന് മുന്നിലെ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കണ്ടു നിർത്തിയ പോർഷനാണ് നമ്മൾ കാണുന്നുണ്ടോ. ഇതുവരെയാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടു നിർത്തിയത് ഉണ്ടോ. നമ്മൾ വന്ന വഴിയാണ് തൊട്ട് മുന്നേ കണ്ടത്. ഇതാണ് നിലവിൽ ഇവിടെ നടക്കുന്ന വർക്കുകൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പോകേണ്ടത് നമ്മൾ ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ 2 റോഡുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്ന് നമ്മുടെ സാധാരണക്കാർക്ക് പോകേണ്ട വാഹനങ്ങൾ കടന്നു പോകേണ്ട ഒരു ബൈ റോഡും പിന്നെ പോർട്ടിലെ കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ബൈ റോഡ്. രണ്ടും 2 വ്യത്യസ്ത റോഡുകളാണ് നിർമ്മിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റോഡ് വഴി നമുക്കൊന്ന് പോയി നോക്കാം എത്രത്തോളമാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം വാഹനങ്ങൾ വളരെ അനായാസമായിട്ട് കടന്നു പോകണമെങ്കിൽ ആ റോഡിൻ്റെ വർക്കുകൾ തീർച്ചയായിട്ടും ഇത്രയും ഏതായാലും ഒരു 2-3 ലെയറൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഉണ്ടോ. വാഹനങ്ങൾക്ക് ഈസി ആയിട്ട് കടന്നു പോകാനായി സാധിക്കും ഉണ്ടോ. ഈ റോഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫൈനൽ ഇനി ടാറിങ് പോർഷനായിരിക്കും ഇവിടെ ഇനി വരാൻ പോകുന്നത്. ബാക്കിയുള്ള വർക്കുകളെല്ലാം ഇവിടെ കഴിഞ്ഞു. വാഹനങ്ങൾ വളരെ ചെറിയ കാറുകൾക്കും വളരെ അനായാസന കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു അഗ്രിഗേറ്റ് മിക്സൊക്കെ ഇട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഈ റോഡ് ഉണ്ടോ. ഇതിൻ്റെ സൈഡിലെ പോർഷൻ ഈ കോൺക്രീറ്റ് പോർഷൻ വരാൻ കാരണം തൊട്ട് അപ്പുറത്തെ റോഡ് അതിൻ്റെ ഹൈറ്റ് കൂട്ടുന്നതിന് വേണ്ടിയാണ്. കാരണം ഹെവി കണ്ടെയ്നർ ലോറി പോകുന്ന സമയത്ത് ഒരു കയറ്റമാണ്. ഇത് കയറ്റം ഒന്ന് ഹൈറ്റ് കൂട്ടി ഈ പറയുന്ന എനിക്ക് തോന്നുന്നു അണ്ടർപാസ് വഴി നമ്മളെ ഈ NH66 റോഡുമായിട്ട് ഒന്ന് പാരലാക്കുന്നതിന് വേണ്ടി ഹൈറ്റ് കൂട്ടുവാണ് അവിടെ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ കോൺക്രീറ്റ് പോർഷൻ സെൻട്രലായിട്ടുള്ളത്. ഡിവൈഡർ പോലെ കാണുന്ന ഈ പോർഷൻ അവിടെ തീർച്ചയായിട്ടും ഹൈറ്റ് കൂട്ടുന്നതായിരിക്കും. ഇപ്പോൾ
ഇപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ വർക്കുകളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ചെയ്താണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഇവിടെ നിന്നാണ് ഈ ലോറി ഇരിക്കുന്ന പോർഷനിൽ നിന്നാണ് കട്ടിങ്ങും ബാക്കിയുള്ള വർക്കുകളെല്ലാം അവിടെ നടക്കേണ്ടത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ വണ്ടി വെച്ചതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ 100% മുകളിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് വിഷ്വൽ, ഇനി എവിടെയൊക്കെ വർക്ക് ചെയ്യാനുണ്ട്, ഏത് പോർഷനിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഈ പോർഷനിൽ തന്നെ നോക്കണം. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ ലോറിയുണ്ട്. ഇവിടെ എന്തോ കംപ്ലൈൻ്റ് ആയി നിൽക്കുന്ന ഒരു ഹെവി ലോറിയാണ്. കാരണം എനിക്കൊന്ന് പോർട്ടിലേക്ക് കൊണ്ടുവന്ന ഹെവി മെഷീൻസ് എന്തോ ആണ്, ഹെവി മെഷീൻസാണ്. അപ്പോൾ ചിലപ്പം ലോറിയല്ലേ, തീർച്ചയായിട്ടും എവിടെ വെച്ച് വേണോ കംപ്ലൈൻറ്റ് സംഭവിക്കാം. അങ്ങനെ വന്ന് സ്റ്റക്കായതാണ് ലോറി, അങ്ങനെ അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ റോഡ് വഴി വാഹനങ്ങൾ കടന്നു പോകുന്നത്. കാരണം ഈ റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് ഈ റോഡിലെ വാഹനങ്ങൾ കടന്നു പോയി ഈസി ആയിട്ടുണ്ടോ എത്താനായി സാധിക്കുന്നത്. ഈ ലോറിയുടെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ആവുമായിരിക്കും. കാരണം ഒരു ഹെവി മെഷീൻസായിട്ട് വരുന്ന ലോറികൾക്കൊക്കെ തീർച്ചയായിട്ടും എവിടെ വെച്ചാണോ കംപ്ലൈൻറ്റ് സംഭവിക്കും, സ്വാഭാവികമാണ്. അത് 2-3 ദിവസത്തിനകത്ത് വർക്ക് കംപ്ലീറ്റ് ആയി പോകുമായിരിക്കും. കാരണം ഞാൻ ഇന്ന് വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഈ നിലവിൽ വർക്കിംഗ് സ്റ്റാഫുകളൊക്കെ ഇവിടെ ഉണ്ട്. നിലവിൽ ലോറിയുടെ വർക്ക് നല്ലതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അപ്ഡേഷൻ ലോറിയുടെ വർക്ക് അപ്ഡേഷൻ അല്ല, നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പോർട്ടിൻ്റെ ലിങ്ക് റോഡിൻ്റെ ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനാണ് നോക്കുന്നത്. പിന്നെ ലോറി കണ്ടതുകൊണ്ട് പറഞ്ഞെന്നു മാത്രമേ ഉള്ളൂ. ലോറിൻ്റെ വർക്കുകൾ നടക്കുന്നു പറഞ്ഞുള്ളൂ. ഇതാണ് നമ്മുടെ NH66. ഈ പോർഷനാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്ത് NH-ലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകുന്നത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ആ റീറ്റേണിംഗ് വാൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. റീറ്റേണിംഗ് വാളിൻ്റെ ആ ഭാഗത്തൂടെയാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത്. അതായത് നമ്മൾ 2 ബൈ റോഡുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് റീറ്റേണിംഗ് വാൾ പോകുന്നത്. റീറ്റേണിംഗ് വാളിൻ്റെ ഈ പറയുന്ന ഹാൻഡ് റെയിൽ ഉൾപ്പെടെയുള്ള വർക്കുകൾ കഴിഞ്ഞു. ഹാൻഡ് റെയിലിൻ്റെ താഴത്തെ ആ പോർഷൻ പൂർണ്ണമായിട്ട് നികത്തിയെടുത്ത് ടാർ ചെയ്ത് നമ്മുടെ NH66 പാരലാക്കി എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഹൈറ്റ് കൂട്ടുന്നത്. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം നമ്മുടെ പോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, ഹെവി ലോഡുമായിട്ട് വരുന്ന വാഹനങ്ങൾ വളരെ ഈസി ആയിട്ട് NH-ലേക്ക് പ്രവേശിക്കാനായി സാധിക്കുന്നതാണ്. കാരണം ഇപ്പോൾ പോർട്ടിലേക്ക് വരുന്ന ലോറികളെല്ലാം ഈ കയറ്റത്തുകൂടി തന്നെയാണ് കടന്നു പോകുന്നത്. എന്നാലും ലോറികളെ കാട്ടിയും 2 ടൈംസോ 3 ടൈംസോ ചിലപ്പോൾ 5 ടൈംസോ അല്ലെങ്കിൽ 10 ടൈംസോ വെയിറ്റുള്ള കണ്ടെയ്നറുമായിട്ടായിരിക്കും ട്രെയിലർ ലോറികൾ വരുന്നത്. ആ ലോറികൾക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലാണ് NH-ലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ ടെമ്പർ റോഡായിട്ട് കൂടി തന്നെ ഹൈറ്റ് കൂടി തന്നെ ആ വർക്ക് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന റോഡ് കഴക്കൂട്ടം കാരോട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഇപ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ കാരോട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ. കാരോട് ഭാഗം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ബോർഡർ പോർഷനാണ്. അതുവരെ നമ്മൾ ഈ റോഡിൻ്റെ വർക്കുകൾ വർഷങ്ങൾക്ക് മുന്നേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ കാരോട് ഭാഗത്തു നിന്നും കന്യാകുമാരി ഭാഗത്തേക്കുള്ള റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാനായി സാധിച്ചുള്ള. ആ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ആവുമായിരിക്കും. കാരണം നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ട് കൊണ്ട് കേരള, തമിഴ്നാട്, സദേൺ റീജിയനിലെല്ലാം നോർത്തേൺ റീജിയനിലുള്ള ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാണ് വിഴിഞ്ഞം പോർട്ട്. അതിനാൽ ഗേറ്റ് വേ ഓപ്പൺ ആയി കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള കണ്ടെയ്നറുകൾ വളരെ അനായാസം നമ്മുടെ പോർട്ടിലേക്ക് ഒഴുകിയെത്തും. അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ടെമ്പർ റോഡ് കഴിഞ്ഞാൽ ഫ്ലോവർ ലീഫ് ഉൾപ്പെടെയുള്ള വർക്കിലേക്ക് പോകും എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ പറയുന്ന ബ്രിഡ്ജിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ അവസാനഘട്ട വർക്കുകൾ നടക്കുന്ന പോർഷൻ ഇതാണ്. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് മുതൽ ഞാൻ നിൽക്കുന്ന NH66 വരെ 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ പോർട്ടിൻ്റെ ഫാമിലി മെമ്പേഴ്സിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.